നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു സംഭവം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. എനിക്കറിയാവുന്ന ഒരു ഭവനത്തിൽ നടന്ന സംഭവമാണിത്. അവിടുത്തെ അമ്മ തന്നെയാണ് ഇതെന്നോട് ഷെയർ ചെയ്തത്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പാണത് നടക്കുന്നത്. അപ്പനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. വലിയ പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ആ മകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ജീവിതം ആരംഭിച്ച് ഏതാനും മാസങ്ങളൊക്കെ കടന്നു പോയപ്പോൾ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. തൻ്റെ ജീവിത പങ്കാളി മദ്യത്തിനടിമയാണെന്ന്. വീട്ടിലെന്നും അടിയും വഴക്കും. അന്ന് 25 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ സകല സ്വപ്നങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിക്കുകയാണ്. നിരന്തരം മദ്യപിച്ചു വന്ന് വഴക്കിടുന്ന ഉപദ്രവിക്കുന്ന ജീവിത പങ്കാളി. സഹിച്ചും ക്ഷമിച്ചും വർഷങ്ങളങ്ങനെ 8-9 കടന്നുപോയി. ഇതിനിടയിൽ ഇവർക്ക് 3 കുട്ടികളുമുണ്ടായി. വിവാഹശേഷം സ്വന്തം അപ്പനെയോ അമ്മയെയോ കൂടപ്പിറപ്പുകളെ ഒന്നും കാണുവാൻ ഈ പെൺകുട്ടിക്ക് അനുവാദമില്ല. അവളെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോലും വിടത്തില്ല. തികച്ചും ഒറ്റപ്പെട്ട ഒരു ജയിൽ ജീവിതം പോലെ ഉള്ളയൊരു ജീവിതം. പതിയെ പതിയെ അവൾക്ക് ജീവിതം അങ്ങ് മടുത്തു തുടങ്ങി. മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ. ആരോടും മനസ്സിലെ സങ്കടങ്ങളൊന്ന് തുറന്നു പറയാൻ പോലും പറ്റുന്നില്ല. അപ്പോഴൊക്കെ അവൾക്ക് ഏക ആശ്രയം ദൈവം മാത്രമായിരുന്നു. ഭർത്താവിൻ്റെ പീഡനങ്ങളെന്ന് പറഞ്ഞാൽ അതിക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങളായിരുന്നു. അങ്ങനെ ജീവിതം മടുത്ത അവൾ ഒരു ദിനം തീരുമാനമെടുത്തു, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ. തൻ്റെ 3 കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട്, 3 മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മ ഒരുപാട് പൊട്ടിക്കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരു ദിവസം അവൾ ഈ കുഞ്ഞുങ്ങളെ എടുത്ത് വീടിൻ്റെ മുറ്റത്തുള്ള കിണറ്റിൻ്റെ അരികിലേക്ക് അവൾ നടന്നു. ആദ്യം മൂത്ത മോളെയും പിന്നെ ഇളയ 2 മക്കളെയും കിണറ്റിലെറിഞ്ഞ് അവസാനം അവളും ചാടി മരിക്കാമെന്ന് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റിൻ്റെ അരികിലേക്ക് അവൾ വന്നു. മൂത്ത കുട്ടിയെ കിണറ്റിലേക്ക് എറിയാൻ തുടങ്ങുമ്പോൾ അവളെ ആരോ ശക്തമായിട്ട് പുറകോട്ട് വലിക്കുന്ന ഒരനുഭവം. എത്ര ശ്രമിച്ചിട്ടും കുട്ടിയെ എറിയാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. പലതവണ അവൾ ശ്രമിക്കുമ്പോഴും അതിശക്തമായിട്ട് അവളെ ആരോ പുറകോട്ട് വലിക്കുകയാണ്. അരുതെന്ന് ആരോ കാതിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് പുറകോട്ട് വലിക്കുന്ന ഒരു അനുഭവം എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. വേഗം അവൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് വീട്ടിലേക്ക് ഓടിപ്പോയി. ചെന്ന് മുട്ടുകുത്തിയത് തിരുക്കുടുംബ രൂപത്തിൻ്റെ മുൻപിലായിരുന്നു. ഈശോയോട് ഒത്തിരി ക്ഷമ ചോദിച്ചവൾ പ്രാർത്ഥിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അന്ന് അവളെയും മക്കളെയും മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വിശുദ്ധ യൗസേപ്പിതാവായിരുന്നുവെന്നാണ്. കാരണം അവൾ യൗസേപ്പിതാവിൻ്റെ വലിയ ഒരു ഭക്തയായിരുന്നു. എന്നും യൗസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായിട്ട് അവൾ എന്നും യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമായിരുന്നു. മരിക്കാൻ തയ്യാറെടുത്തു പോകുന്നതിന് മുമ്പ് യൗസേപ്പിതാവിനോട് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ അവൾ പറഞ്ഞു. അവൾ ചോദിച്ചു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന നീ കേട്ടില്ലല്ലോ യൗസേപ്പിതാവേ, അതുകൊണ്ട് ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ മരിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണ് ആ പെൺകുട്ടി വിശ്വസിക്കുന്നത് തന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് യൗസേപ്പിതാവായിരുന്നുവെന്ന്. ഈ പെൺകുട്ടിയുടെ അമ്മയും യൗസേപ്പിതാവിൻ്റെ വലിയ ഒരു ഭക്തയായിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും യൗസേപ്പിതാവിനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു ക്യാൻസർ രോഗം മൂലമാണ് മരിക്കുന്നത്. അങ്ങനെ ക്യാൻസർ രോഗിയായി കിടക്കുന്ന സമയത്തൊക്കെ യൗസേപ്പിതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. പണ്ട് മുതലേ യൗസേപ്പിതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മ. രോഗശയ്യയിലായിരിക്കുന്ന സമയത്ത് ഈ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, യൗസേപ്പിതാവേ, യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ദിനം തനിക്കും മരിക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന്. അങ്ങനെ തൻ്റെ ഭക്തയെ
ഒരു മാർച്ച് 19 യൗസപിതാവ് തൻ്റെ മരണത്തിരുന്നാൾ ദിനം തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ പെൺകുട്ടിയുടെ അമ്മ മരിക്കുന്നത് തൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും പോലെ തന്നെ ഒരു മാർച്ച് 19 യൗസപിതാവിൻ്റെ മരണ തിരുനാൾ ദിവസം തന്നെയാണ്. അപ്പോൾ ഈ അമ്മയിൽ നിന്ന് ചെറുപ്പത്തിലേ പകർന്നു കിട്ടിയ വിശ്വാസവും ഭക്തിയുമാണ് ഈ പെൺകുട്ടിക്കും യൗസപിതാവിനോട് ഇത്രയും സ്നേഹവും ഭക്തിയും ഉണ്ടാകാനുള്ള കാരണം. ഈ പെൺകുട്ടിയുടെ അനുഭവ സാക്ഷ്യം ഒരിക്കൽ ഇവളെന്നോട് ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ, അന്നാണ് ഞാനും ആദ്യമായിട്ട് യൗസപിതാവിനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയത്, യൗസപിതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ആ കൊച്ചു പെൺകുട്ടിക്ക് ഇന്ന് ഒരു 60 വയസ്സ് കഴിഞ്ഞു കേട്ടോ. ഇന്നവൾ ഒരമ്മയാണ്, ഒരു വല്യമ്മയാണ്. യൗസപിതാവിനോട് പ്രാർത്ഥിക്കാതെ ആ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടതിന് ശേഷം ഞാനും ഒരിക്കലും കിടന്നുറങ്ങാറില്ല. ഈശോയുടെ അമ്മയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ഈശോയുടെ വളർത്തു പിതാവിനെയും നാം സ്നേഹിക്കണം, മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. യൗസപിതാവ് നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ഓടി വരും, അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, നമുക്കായി ഈശോയോട് മാധ്യസ്ഥ്യം വഹിക്കും. യൗസപിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി ഞാൻ ചോദിച്ച ഒരു കാര്യം പോലും എനിക്ക് സാധിക്കാതെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ആ അമ്മയുടെ മക്കളൊക്കെ ഇന്ന് വലിയ കുട്ടികളായി, അവരൊക്കെ വലിയ ജോലിക്കാരായി. ഒരുപാട് സഹനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം ഈശോ ഇന്ന് ആ അമ്മയ്ക്ക് നല്ലൊരു സന്തോഷമുള്ള ജീവിതം നൽകി. മക്കളോടൊപ്പം ആ അമ്മ ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മ യൗസപിതാവിനോട് പ്രാർത്ഥിക്കാൻ മറക്കാറില്ല. ഏതൊക്കെ പ്രാർത്ഥന മുടക്കിയാലും ആ അമ്മ യൗസപിതാവിനോടുള്ള പ്രാർത്ഥന മുടക്കാറില്ല. അമ്മ പറയുന്നത് ആ പ്രാർത്ഥന അമ്മയ്ക്കൊരു ശക്തിയാണെന്നാണ്. കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസപിതാവിൻ്റെ കരങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നമുക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഈ പ്രാർത്ഥന ഒരിക്കൽ കൂടി വലിയ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ദൈവം തന്ന ജീവൻ തിരിച്ചെടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കായി ജീവിതത്തെ വിട്ടുകൊടുക്കുക. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നത്തെ കഷ്ടതകളൊക്കെ നാളെ കർത്താവ് നന്മയാക്കി മാറ്റും. വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്കൊന്നു ചേർന്ന് യൗസപിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ഭാഗ്യപ്പെട്ട മാറിയ യൗസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന് പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങയുടെ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോടെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള കാവൽക്കാര, ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും പ്രിയമുള്ള പിതാവേ, അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കരകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭമുള്ള പാലകനെ, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്നും കാത്തുരക്ഷിച്ചതുപോലെ ഇപ്പോൾ തിരുസഭയെ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും ആപത്തുകളൊക്കെയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ.